ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ്. എല്ലാവരും കേട്ടറ്റ് പരീക്ഷ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നറിയാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉള്ളത് ഏറ്റവും നല്ലതാണ്. പഠനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിലബസ് നാം ആദ്യം വിശദമായി പഠിക്കണം. അപ്പോൾ നമുക്കൊരു സിലബസ് അനാലിസിസും ഒരു സ്റ്റഡി പ്ലാനും മുൻപ് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ അക്കാഡമിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, LPSA, UPSA, മറ്റ് PSC കോച്ചിങ്ങുകൾ എല്ലാം നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിരവധി വിജയികളെ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ LP UP ക്ലാസ്സുകളും കേട്ടറ്റ് സെറ്റ് കോച്ചിങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നതാണ്. നമുക്കിനി സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു 6 ആഴ്ചയുടെ സ്റ്റഡി പ്ലാനാണ് കേട്ടറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1 and 2 വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി പ്ലാൻ ഉള്ളത്. ആകെ നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് 30 മാർക്കിനാണ് മാത്തമാറ്റിക്സ് ചോദിക്കുന്നത്. അത് കാറ്റഗറിക്ക് 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 30 ചോദ്യങ്ങളാണ്. അതിൽ കണ്ടന്റും വരുന്നുണ്ട്, പെഡഗോഗിയും വരുന്നുണ്ട്. കണ്ടന്റ് ഏരിയയിൽ വരുന്നത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആണ്. അതിൻ്റെ അകത്ത് ഫ്രാക്ഷൻസ്, പെർസെൻറ്റ്, ആവറേജ്, നെഗറ്റീവ് നമ്പേഴ്സ്, എക്സ്പോണൻസിയേഷൻ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇത്രയും ഏരിയാസ് ആണ് വരുന്നത്. എല്ലാ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഏരിയയിൽ നിന്നും എല്ലാ വർഷവും നമുക്ക് എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് കുറേയുണ്ട്. ആ ഐഡന്റിറ്റീസിൽ നിന്നാണ് എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് എല്ലാ വർഷവും ഉള്ളതാണ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ഈസ് ജിയോമെട്രി. അതിൻ്റെ അകത്ത് ആംഗിൾസ്, പാരലൽ ലൈൻസ്, പോളിഗൺസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ട്രയാങ്കിൾസും ക്വാഡ്രിലാറ്ററലും ആണ് നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പോളിഗൺസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, അതിൽ 2 മാത്രമാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ദെൻ സോളിഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് സോളിഡ്സ് ഉണ്ട് എങ്കിലും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള സോളിഡ് ഏതാണ്, റെക്ടാങ്കുലർ പ്രിസോ ആണ്. അതിൽ നിന്ന് എല്ലാ വർഷവും ഒരു ചോദ്യം ഉറപ്പായും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കിന്റെ ചോദ്യം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും അധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും അതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് വേണം. കാരണം നമുക്ക് ഗ്രാഫൊക്കെ വച്ചിട്ട് ചോദിക്കാറുള്ളതാണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ചോദിക്കാറില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മീൻ മീഡിയം മോഡ് ആ 3 കൺസെപ്റ്റ് ആണല്ലോ നമ്മൾ സ്റ്റാറ്റിൽ ഏറ്റവും ആദ്യം പഠിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് പെഡഗോഗിയാണ്. നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ്, പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം, മാത്തമാറ്റിക്സ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെന്റ്സ്, അപ്രോച്ചസ് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ്, സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ്, ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക് ലേണിംഗ് ഇവാലുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പെഡഗോഗിയിലുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 30 മാർക്കാണ് നമുക്കുള്ളത്. ഈ പെഡഗോഗി എന്ന് പറയുമ്പം ഇത്രയും വലുതാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 10ൽ താഴെ ക്വസ്റ്റ്യൻസാണ് പെഡഗോഗിന്ന് എങ്ങനെയാണെങ്കിലും ചോദിക്കുകയുള്ളൂ. എങ്കിലും 10 ചോദ്യമൊന്നും അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ഞാൻ ഒരു ആവറേജ് കണക്ക് പറഞ്ഞതാണ്. 10ൽ താഴെ എങ്ങനെയാണെങ്കിലും ചോദിക്കുകയുള്ളൂ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, ആ മാർക്ക് നമുക്ക് പോകില്ല. കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പം എങ്ങാനും ഒരു നമ്പർ അങ്ങോട്ടും കൂടി മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോകുമല്ലോ. പിന്നെ നമുക്ക് സമയം തികയാതെ വരാം. അങ്ങനെ പല പല പ്രശ്നങ്ങളും മാത്സ് ചെയ്യുമ്പോൾ നമുക്ക് നേരിടാറുണ്ട്. പക്ഷേ പെഡഗോഗിയുടെ കാര്യത്തിൽ അങ്ങനെ വേണ്ടല്ലോ. ജസ്റ്റ് വായിച്ച് നോക്കുക, നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് എഴുതുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പെഡഗോഗി പഠിക്കാതെ പോകരുത്. ഇനി കാറ്റഗറി 1 എങ്കിൽ, കാറ്റഗറി 2 കാര്യമാണ് പറഞ്ഞത്. കാറ്റഗറി 1 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 20 ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് വരുന്നത്, കണ്ടന്റ് ഏരിയയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നാച്ചുറൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്,
അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിപ്പം സിലബസിൽ ഇത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജോമെട്രി എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫിഗേഴ്സ്, ഏരിയാസ് ഓഫ് റെക്ടാങ്കിൾസ്, പാറ്റേൺസ്, ജോമെട്രിക്കൽ ഫിഗേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും കാറ്റഗറി 2വിന്റെ സിലബസ് കൂടി കാറ്റഗറി 1കാർ നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ നിന്നും മാത്രം, ഈ കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഈ കണ്ടന്റ് ഏരിയയിൽ നിന്നും മാത്രം എന്ത് ചെയ്യില്ല, നമുക്ക് ചോദിക്കുന്നതല്ല. ബാക്കിയുള്ള കുറച്ചുകൂടി ഏതൊരു സിലബസ് എടുത്തു കഴിഞ്ഞാലും അവർ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയും ഇതാ കൂടാതെ മറ്റതും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ കൂടി ആയിരിക്കും ഏതൊരു സിലബസ് എടുത്തു കഴിഞ്ഞാലും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, മറ്റതിൻ്റെ ചെറിയ ടോപ്പിക്സുകളും നമ്മൾ നോക്കിയിട്ട് പോകണം. ഈ ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തും 2 ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് ആണ്. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ഇതിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതുപോലെ ഡെസിമൽ റെപ്രസെൻറ്റേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും സ്ഥിരം ഉള്ളതാണ്. ഇതൊന്നും പഠിക്കാതെ പോകരുത്. നെക്സ്റ്റ് ജോമെട്രിയാണ്. ജോമെട്രീൻ്റെ അകത്ത് പോളിഗൺസ് ആണ് ഉള്ളത്. പോളിഗൺസ്, റെക്ടാങ്കിൾസ് ഒക്കെയാണ്. അപ്പോൾ അതും എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. പിന്നെ മെഷർമെന്റ്സ് നമുക്ക് ചോദിക്കുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അതിപ്പോൾ ലിറ്റർ, മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. ദെൻ പെഡഗോഗിയാണ്. പെഡഗോഗിയിലും നമുക്ക് വലിയ ചേഞ്ച് ഒന്നും കാറ്റഗറി 1നും 2നും സംബന്ധിച്ച് പെഡഗോഗിയിലില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെഡഗോഗിയിലും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അത് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. വീക്ക് 1ൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജ്, ആവറേജ്, നെഗറ്റീവ് നമ്പേഴ്സ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിപ്പോൾ ഞാൻ കാറ്റഗറി 1 ആണ് അല്ലെങ്കിൽ കാറ്റഗറി 2 ആണ് നോക്കുന്നത് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് ഇപ്പോൾ വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ സിലബസിൽ തരുന്ന പോർഷൻസ് മാത്രമല്ല വന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പം എല്ലാ ഏരിയയും പക്കയായിട്ട് അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഫ്രാക്ഷൻസിന്, പെർസെൻറ്റേജ്, ആവറേജ്, നെഗറ്റീവ് നമ്പേഴ്സ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ആഴ്ച പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജും അതുപോലെ തന്നെ സിമ്പിൾ ട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ആവറേജും അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. സോ വീക്ക് 1ൽ നമുക്ക് ഈ 4 ടോപ്പിക്ക് പഠിക്കാം. നെക്സ്റ്റ് ഈസ് വീക്ക് 2. വീക്ക് 2വിൻ്റെ അകത്ത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, എക്സ്പോണൻസിയേഷൻ ആൻഡ് ഓൾജിബ്ര, ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സ്പോണൻസിയേഷനും അതുപോലെ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുകയുള്ളൂ. കാരണം നമുക്ക് സിമ്പിൾ കാൽക്കുലേഷൻസേ ഉള്ളൂ. ഇക്വേഷൻ അതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പോണൻസിയേഷനും ഓൾജിബ്രയും ഒക്കെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതാണ് 2 ഏരിയയിലൊക്കെ കിടക്കുന്നതാണ് എങ്കിലും 2ലും ഒരുപോലത്തെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ 2 ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരേ രീതിയിലുള്ള ആളുകളെ അടുപ്പിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വീക്ക് 3ലേക്ക് വേണ്ടിയിട്ടാണ്. വീക്ക് 3 എന്ന് പറയുന്നത് ജോമെട്രിയാണ്. ജോമെട്രീൻ്റെ അകത്ത് ആംഗിൾസ്, പാരലൽ ലൈൻസ്, പോളിഗൺസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആംഗിൾസും പാരലൽ ലൈൻസും പോളിഗൺസിൽ ട്രയാംഗിൾസും ആണ് നമ്മൾ ആദ്യത്തെ ആഴ്ച നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും നല്ലത്. കാരണം ഇത് തന്നെയുണ്ട്, അത്യാവശ്യം പഠിക്കാറുണ്ട്. കാരണം പുതുതായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടേംസ് ഈ ആംഗിൾസിൽ നിന്നും പാരലൽ ലൈൻസിൽ നിന്നും ട്രയാംഗിൾസിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരാഴ്ച ഫുള്ളിരുന്ന് ഇത്രയും ടോപ്പിക്സ് നമുക്ക് പഠിച്ചു തീർക്കാം. അടുത്ത ആഴ്ചത്തെ വീക്ക് 4ലേക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽസ്, അതുപോലെ തന്നെ സോളിഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഏരിയ അങ്ങ് തീരുവാണ് ചെയ്യുന്നത്. അതായത് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം പോളിഗണിന്റെ അടുത്ത പാർട്ടാണ്. അത് ക്വാഡ്രിലാറ്ററലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം പഠിക്കണം. അതുപോലെ സോളിഡ്സിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ റെക്ടാങ്കുലർ പ്രിസം ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ചോദ്യം ഷുവർ ആണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറ്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചതുവരെ കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഈസ് വീക്ക് 5. ദെൻ പെഡഗോഗിയാണ്. പെഡഗോഗിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഏരിയാസ് നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഓഫ് മാത്തമാറ്റീഷ്യൻസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പം ഇപ്പോൾ രാമാനുജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു രാമാനുജൻ നമ്പർ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് രാമാനുജൻ നമ്പർ ഏതാണെന്ന്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബുക്ക് തന്നിട്ട് ഇത് ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ട് ഇത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷവും
സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, മാത്തമാറ്റിക്സിനെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് പഠിച്ചിരുന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. മാത്തമാറ്റിക്സ് ഡേ എന്നാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അറിയാൻ പാടില്ലാത്തവർ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിച്ചു വെക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ ICT ക്ലാസ് റൂംസ് ആണ് എല്ലാ സ്കൂളിലും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സോഫ്റ്റ്വെയർസിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്, കണക്ക് പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഇവയിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും മാറി മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, പെഡഗോഗി സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്, അതും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് വീക്ക് 6 എന്ന് പറയുന്നത്, അപ്പോൾ വീക്ക് 5 നമ്മൾ പെഡഗോഗി പഠിച്ചു കഴിഞ്ഞു. അടുത്ത വീക്ക് 6 ആണ്. വീക്ക് 6 നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റിവിഷൻ നടത്തണം. അതിനു മുമ്പ് നമ്മൾ ഈ 5 ദിവസം, ഈ 5 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 1-2 ദിവസം നമ്മൾ എന്ത് ചെയ്യാം, ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, വീക്ക് 6 ആയിട്ടുള്ള റിവിഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ റിവൈസ് ചെയ്യുക. റിവിഷൻ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ടെൻഷനും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് ഊന്നൽ കൊടുത്ത് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടത് ഈ വീക്ക് 6 അതുപോലെ ഇത് കൂടാതെ തന്നെ നമുക്ക് എന്തുണ്ട്, എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. ഈ കലണ്ടർ, ക്ലോക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം എവിടെയുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള സ്ഥിരം ഏരിയ ആണ്. ചില ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ കലണ്ടറിന്റെ ചോദ്യങ്ങളും, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതി അല്ലാതെ വേറെ രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, കലണ്ടറിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. അതെല്ലാം ഈ വീക്ക് 6 കഴിയുന്നതോടുകൂടി കംപ്ലീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2015 1ന്റെ സ്ഥാനത്തെ അക്കം ഏത്? ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ, അതായത് ഈ നമ്പർ ഇവിടെ 2⁻15 അല്ലേ. 2⁻15 എന്ന് പറയുന്നതിന് പകരം 2⁻16 ആകാം, വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ 2 നമ്പേഴ്സിന്റെ സമ്മായിട്ട് തരാം. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യാം, നമ്മളൊന്ന് മനസ്സിൽ വെക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2⁻15 ആണല്ലോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഈ 2⁻15ന്റെ പവർ എന്ന് പറയുന്നത്, കൃതി എന്ന് പറയുന്നത് 15 അല്ലേ. ആ 15നെ എന്ത് ചെയ്യണം, 4 വെച്ച് ഹരിക്കണം. എന്നിട്ട് ശിഷ്ടം എത്ര വരുന്നു നോക്കുക. 15നെ 4 വെച്ച് ഹരിക്കുമ്പോൾ ഹരണഫലം 3 ആയിട്ട് വരും. 4 × 3 12, ശിഷ്ടം 3 വരും അല്ലെ. ശിഷ്ടം 3 വന്നു കഴിഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തെ, ആ 15ന്റെ ഒറ്റയുടെ സ്ഥാനം, 2⁻15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ് ആയിട്ടുള്ള 8 ആയിരിക്കും. 8ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായിരിക്കും. 8ന് ഇപ്പോൾ ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനം 8 തന്നെയാണ്. ഇനിയിപ്പോ ശിഷ്ടം നമുക്ക് നോക്കുക. ശിഷ്ടം 0 മുതൽ 4 കൊണ്ടല്ലേ ഹരിക്കണേ. 0 മുതൽ 0, 1, 2, 3 വരെയല്ലേ മാക്സിമം വരിക. ശിഷ്ടം 1 വന്നു കഴിഞ്ഞാൽ 2ന്റെ 2⁻1. 2⁻1 എത്രയാണ്, 2 ആണല്ലേ. അപ്പം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 വരും. ഇനി ശിഷ്ടം 2 വന്നു കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ, അതായത് 4 ആയിരിക്കും ശിഷ്ടം അല്ല, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത്. ഇനി ശിഷ്ടം 3 വന്നു കഴിഞ്ഞാൽ എന്ത് വരും, 2ന്റെ ക്യൂബ്, അതായത് 8 ആയിരിക്കും എന്ത് വരിക, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത്. ഇനി ശിഷ്ടം 0 ആണെങ്കിലോ 2⁻4 എടുക്കണം. 2⁻0 അല്ല എടുക്കേണ്ടത്, 2⁻0 1 കാരണം ഇരട്ട സംഖ്യയാണ് 2. അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴും എങ്ങനെ തന്നെ വരണം, ഇരട്ട സംഖ്യ തന്നെ വരണം. അപ്പൊ 2⁻4 അല്ലേ. 2⁻4 എത്രയാണ്, 16 എന്ന് വെച്ചാൽ 16 അല്ല ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ ഒരെണ്ണല്ലേ ഉള്ളൂ. ഈ 16ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്, 6 അല്ലേ. സോ 6 വരും. 2⁻4ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 6 വരും. ഇവിടെ 3 ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ത് വരുന്നു, 8. ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 ആയിരിക്കും. പിന്നെ അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വശങ്ങളിലെല്ലാം 20% കൂട്ടി വലിയ ഒരു സമചതുരം ഉണ്ടാക്കിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടും? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി 1, കാറ്റഗറി 2,
കാറ്റഗറി 3. 3 പേർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 20 എന്നുള്ളത് ചിലപ്പോൾ 10 ആക്കും. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, കൂട്ടി വലിയ ചതുരം ഉണ്ടാക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അത് ചിലപ്പോൾ കുറച്ച് വലിയ ചതുരം ഉണ്ടാക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം 3 കാറ്റഗറിക്കും ഒരുപോലെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഒരു സമചതുരത്തിന്റെ എന്താണ്, ഒരു വശം x% കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പരപ്പളവ് 2x + x²/100% കൂടും എന്നുള്ള ഈ ഒരു സമവാക്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സമചതുരമൊക്കെ വരച്ച് ഒരുപാട് സമയം നമ്മുടെ പോകും അല്ലേ. അപ്പൊ ഇവിടെ x = എത്രയാണ്, 20% കൂട്ടിക്കഴിഞ്ഞാൽ ആ പരപ്പളവ് ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിന്റെ പരപ്പളവിന്റെ ശതമാനം എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ x% പകരം ഇവിടെ എത്രയാണ്, 20. സോ 20%, അതായത് x = 20 വരും. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 2 × 20 = 20 × 20/100. അതായത് 20ന്റെ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതുന്നതിൽ നല്ലത് എന്താണ്, 20 × 20 ചെയ്യണേ. കാരണം ഈ 0 ഈ 0 ഈ 0 ഈ 0 ഈ 0 4 0 നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കും. കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ. പിന്നെ 2 × 2 4 എഴുതാം. 40 + 4 = 44% കൂടും. കൂടുതൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടും. ഇനിയിപ്പോൾ കുറയുവാണെങ്കിൽ ഈ പ്ലസിന് പകരം ആരെ ഇട്ടാൽ മതി, മൈനസ് ഇട്ടാൽ മതി. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 20ന് പകരം 10% ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് എല്ലാ കാറ്റഗറിക്കും ചോദിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് പോകണം. പിന്നെ നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടറ്റ് കാറ്റഗറി 1ന്റെയും 2ന്റെയും ജസ്റ്റ് ഒരു സിലബസ് അനാലിസിസ് ആണ്. കാറ്റഗറി 1ന് സിലബസ് കുറച്ചാണ് കൊടുത്തിട്ടുള്ളൂ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറി 2ന്റെ സിലബസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി തന്നെ പഠിച്ചിട്ട് പോകണം. രണ്ട് കാറ്റഗറിയിലുള്ളവരും രണ്ട് സിലബസും വായിച്ച് നോക്കിയിട്ട് പോകണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ LPSA UPSAയുടെ ഒരു വെക്കേഷൻ ബാച്ച് നമ്മൾ ടോസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതാ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതാണ്. LPSA UPSA നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. എക്സാം ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.